മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നിൻ സ്നേഹമെന്താശ്ചര്യമേശു പറ, നിർബന്ധിക്കുന്നെന്നെ നിൻ സ്നേഹമിതാ. വർണ്ണിക്കുവാനാരുണ്ടിതിൻ സ്ഥിതിയെ, നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ നിറയ്ക്കണമേ, നിൻ സ്നേഹമെന്നുള്ളിൽ നിറയ്ക്കണമേ. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ഷാജിമോൻ ബാംഗ്ലൂർ. പ്രാർത്ഥനയോട് ശ്രവിച്ചാൽ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ആരാധനാത്മകമായ ചിന്തയ്ക്കായി കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. പെസഹ കുഞ്ഞാടിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ് പെസഹ കുഞ്ഞാടിനെ കുറിച്ചുള്ള വിവരണം കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അത് ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു. ഇസ്രായേൽ ജനം മിസ്രൈമ്യരുടെ അടിമത്തത്തിൽ ആയിരുന്നു. അവരെ അവിടെ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് ദൈവം വെച്ച ഒരു പ്രമാണമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇസ്രായേൽ മിസ്രൈമിന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ അവർക്ക് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. അവർ മിസ്രൈമിൽ അടിമകളായിരുന്നു. മിസ്രൈമർ അവരെ ഹേമിക്കുകയും അവരുടെ ഊഴിയ വേല കഠിനമാക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവരുടെ നിലവിളി കേട്ടു, അവരുടെ കരച്ചിൽ കണ്ടു. അവരെ വിടുവിക്കുവാൻ ദൈവം മോശയെയും അഹരോനെയും മിസ്രൈമിലെ രാജാവായ ഫറവോന്റെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് ഫറവോനോട്, എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് എബ്രായരുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഫറവോൻ ചോദിച്ചത്, ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആര് എന്നാണ്. എന്നാൽ ദൈവം അനേക അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവത്തെ വെളിപ്പെടുത്തി അനേക ബാധകൾ മിസ്രൈം ദേശത്ത് വരുത്തിയാറേയും ഫറവോൻ ജനത്തെ വിട്ടയച്ചില്ല. പിന്നീട് ദൈവം മിസ്രൈമിലെ എല്ലാ കടിഞ്ഞൂലുകളെയും സംഹരിക്കുവാനായിട്ട് തീരുമാനിച്ചു. സംഹാരദൂതൻ മിസ്രൈമിലെ എല്ലാ ആദിജാതന്മാരെയും കൊല്ലുവാൻ വരുമ്പോൾ ഇസ്രായേൽ ഭവനങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ അവർക്ക് ഒരു അടയാളം നൽകി. ഈ വിഷയത്തെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം വിവരിക്കുന്നത്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, ഇസ്രായേൽ ജനം അതാത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. ദേ മസ്റ്റ് സെലക്ട് എ ലാംബ്. അതാണ് അവർ ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത്, അതിനെ വീട്ടിലുള്ളവരുടെ എണ്ണം നോക്കി എല്ലാവർക്കും മതിയായ നിലയിൽ എടുക്കണം. ദ ലാംബ് ഷുഡ് ബി സഫിഷ്യന്റ്. അതാണ് 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. മൂന്നാമതായിട്ട്, ആട്ടിൻകുട്ടിയെ സൂക്ഷിക്കണം. ലാംബ് മസ്റ്റ് ബി സ്ക്രൂട്ടനൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഊനമില്ലാത്തത് ആയിരിക്കണം. 10-ാം തീയതി തിരഞ്ഞെടുക്കണം. 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. അതിന് യാതൊരു വിധമായ ഊനവും എന്ന് പറഞ്ഞാൽ മുറിവോ ചതവോ ഉളുക്കോ മുടന്തോ ഈ വക ഒന്നുമില്ലാത്ത ആട് ആയിരിക്കണം എന്ന് 5-6 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. നാലാമതായി 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ ആട് അറുക്കപ്പെടണം. ദ ലാം മസ്റ്റ് ബി സ്ലെയിൻ. 5-ാമതായിട്ട് അതിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അത് പകരത്തിന് വേണ്ടിയുള്ള ആടായിരിക്കണം. ഇറ്റ് വാസ് ദി സബ്സ്റ്റിറ്റ്യൂഷണറി ലാംബ്. അതിൻ്റെ രക്തം ഇസ്രായേൽ മക്കൾ പാർക്കുന്ന വീടുകളുടെ കട്ടളകൾ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അത് ഒരു അടയാളമായിരിക്കും. സംഹാരദൂതൻ വരുമ്പോൾ രക്തം അടയാളമായി കാണുന്ന വീടുകൾ ഒഴിഞ്ഞു പോകും. അതാണ് 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. അന്ന് ഫറവോന്റെ കൊട്ടാരം മുതൽ കുടിൽ വരെയും മരണം താണ്ഡവമാടി. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ ഒക്കെയും യഹോവ സംഹരിച്ചു. ഒന്ന് മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സംഭവിച്ചപ്പോൾ ഫറവോൻ ഇസ്രായേലിനെ വിട്ടയച്ചു. ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ്.
നമ്മുടെ കർത്താവ് സകല മനുഷ്യരെയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ജീസസ് ക്രൈസ്റ്റ് വാസ് ദി സെലക്റ്റഡ് ലാംബ്. ഈ കുഞ്ഞാടിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നാണ്. മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യരെയും അവരുടെ പാപത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമതായി, ഈ കുഞ്ഞാട് ക്രിസ്തു എല്ലാവർക്കും മതിയായ കുഞ്ഞാടാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവ് കടന്നു പോകുന്നത് നോക്കിയിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അഖില ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരൊറ്റ കുഞ്ഞാട്. സഫിഷ്യന്റ് ലാംബ്, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ ദ സിൻസ് ഓഫ് ദ വേൾഡ്. അതിന്റെ 36-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്. സകല മനുഷ്യർക്കും പാപത്തിന് പരിഹാരം വരുത്തുവാൻ മതിയായ കുഞ്ഞാടാണ് ക്രിസ്തു. മൂന്നാമതായി, ആ കുഞ്ഞാടിനെ സൂക്ഷിക്കണം, അതായത് പരിശോധിക്കണം. ലാം ഷുഡ് ബി സ്ക്രൂട്ടനൈസ്ഡ്. അത് ഊനമില്ലാത്തതായിരിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം നോക്കുമ്പോൾ ക്രിസ്തു എന്ന കുഞ്ഞാട് പീലാത്തോസിന്റെയും ഹേരോദാവിന്റെയും മഹാപുരോഹിതന്മാരുടെയും മുമ്പാകെ പരിശോധിക്കപ്പെട്ടു. അവനിൽ ഒരു കുറ്റവും ആർക്കും കണ്ടെത്തുവാൻ സാധിച്ചില്ല. പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 4-ാം വാക്യത്തിൽ പീലാത്തോസ് പറയുകയാണ്, ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല. അതിന്റെ 47-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച പടയാളികളിൽ ഒരുവൻ, ശതാധിപൻ, പറഞ്ഞു, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ സഞ്ചരിച്ച് കർത്താവിന്റെ ശിഷ്യന്മാരായിരുന്ന യോഹന്നാൻ പറഞ്ഞത് എന്താണെന്ന് നോക്കുക. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, അവനിൽ പാപമില്ല, ഇൻ ഹിം നോ സിൻ. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു 1 പത്രോസ് 2:22, അവൻ പാപം ചെയ്തിട്ടില്ല, ഹി ഡിഡ് നോ സിൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ പാപം അറിഞ്ഞിട്ടില്ല, ഹി ന്യൂ നോ സിൻ. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, നിഷ്കളങ്കനായ ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ആ കർത്താവ് യാതൊരുവിധമായ ഊനവുമില്ലാത്ത, യാതൊരു പാപവുമില്ലാത്ത, ആ തികഞ്ഞ, ആ നീതിമാനായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നാലാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ കുഞ്ഞാട് അറുക്കപ്പെടണമെന്നുള്ളതാണ്. ലാം മസ്റ്റ് ബി സ്ലെയിൻ. കുഞ്ഞാട് അറുക്കപ്പെടാതെ വീണ്ടെടുപ്പ് സാധ്യമല്ല. 33.5 തിരുവയസ്സിൽ ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറിയിലെ ക്രൂശിൽ യാഗമായി സമർപ്പിക്കപ്പെട്ട കുഞ്ഞാട്. എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിക്കപ്പെട്ടു. അതിന്റെ 9-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം വീണ്ടും വായിക്കുന്നത്, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അഖില ലോകവും പാപത്തിന്റെ അടിമത്തത്തിലാണ്. നിത്യശിക്ഷാവിധിയിലേക്ക്, നിത്യനരകത്തിലേക്ക് മനുഷ്യൻ പോകാതിരിക്കുവാൻ സകല മനുഷ്യർക്കും വേണ്ടി അറുക്കപ്പെട്ടതായ ദൈവകുഞ്ഞാടിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിച്ചത്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു, ക്രിസ്തു തന്നെ. ആ കർത്താവിന്റെ രക്തത്താലാണ് നമുക്ക് ശുദ്ധീകരണം ഉണ്ടായത്. അതാണ് 5-ാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് പത്രോസിന്റെ 1-ാം ലേഖനം
1-ാം 18-19 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. എബ്രായ ലേഖനം 9:22 രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല, രക്തം ചൊരിയാതെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതലില്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ രക്തം മുഴുവനായി ഒഴുക്കി തന്നു. 1 യോഹന്നാൻ 1:7 നാം വായിക്കുന്നു: അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപത്തിന്റെ അടിമകളായിരുന്ന, പാപത്തിന്റെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന നമ്മെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. കർത്താവിന്റെ രക്തം മുഴുവനായിട്ട് നമുക്ക് വേണ്ടി ഒഴുക്കി തന്നു. നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്: നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നും ഉള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മെ വീണ്ടെടുക്കുവാൻ നിഷ്കളങ്കനായ കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടതകളെയും പീഡനങ്ങളെയും ക്രൂശ് മരണത്തെയും ഇന്ന് രാവിലെ നമുക്ക് ഓർക്കാം. നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുവാനിടയായി. ക്രിസ്തു മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്നു. ആ ക്രിസ്തുവിനെ നമുക്ക് ഇന്ന് രാവിലെ ധ്യാനിച്ച ആ കർത്താവിനെ ആരാധിക്കാം. അവിടുന്ന് നമ്മെ ചേർക്കുവാൻ താമസമിന വരും. അന്ന് നമ്മുടെ കർത്താവിനെ നാം നേരിൽ കണ്ടുകൊണ്ട് ആരാധിക്കും. ഇന്ന് സ്വർഗീയ സൈന്യങ്ങൾ സദാ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിനെ നമ്മുടെ ഹൃദയ കണ്ണുകൾ ഉയർത്തി കണ്ടുകൊണ്ട് സകല ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ മുമ്പിൽ സാഷ്ടാംഗം വീണ് ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിന് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അവിടുത്തെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിൻ സ്നേഹമെന്താശ്ചര്യമേശുപരാ, നിൻ ക്രൂശിലതിൻ ശക്തി കാണുന്നിതാ. ഈ ദർശനമാണാകർഷിച്ചതെന്നെ, നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ നിറയ്ക്കണമേ, നിൻ സ്നേഹമെന്നുള്ളിൽ നിറയ്ക്കണമേ.